എവിടെ പോണ് കമലാക്ഷി? ഞാൻ മെടയാൻ പോണടി. ഐസില്ലാത്ത മീനെ, നാളെ ഹർത്താൽ, നാളെ ഹർത്താൽ. ഇന്ന് ഹർത്താൽ ഇല്ല, മറ്റന്നാൾ ഭാരതമുണ്ട്, അതിനും മറ്റന്നാൾ ലോക ഹർത്താൽ. ഓടിവാ, ഓടിവാ. നാളെ തിന്നാം, മറ്റന്നാൾ തിന്നാം. ഓടിവാ. മെല്ലെ തിന്നാൽ ഇതിന്റെ മുള്ളും തിന്നാം. നോക്കിക്കാട്ട് വന്ന് വാങ്ങി ചേട്ടാ. ഓടിവാ. എന്നാ പിന്നെ മോനെ? അത്തല് മത്തിയല്ലേ? ഓടിവാ, ഓടിവാ, ഓടിവാ. കിലോ 40 രൂപ, 40 രൂപ, കിലോ 40 രൂപ. ഓടിവാ, ഓടിവാ. ഓടിവാ ചേച്ചി. നോക്ക്, അത്തല് മീനാണ്. എന്താ അതിന് വില? നേരത്തെ പറഞ്ഞില്ലേ, വേഗം വാങ്ങ്. പൊടിയൊന്നും വേണ്ട, ഞാനിവിടെ അടുത്തുള്ളതാ. എന്നാലും അങ്ങനെ അല്ലല്ലോ അമ്മജി, പൊതിഞ്ഞ് വൃത്തിയായിട്ട് കൊണ്ടുപോകണേ. എടുക്കട്ടെ, ഐശ്വര്യ ആവട്ടെ. 1 കിലോ ഉണ്ടോ? തൂക്കത്തിൽ കുറയ്ക്കത്തില്ല അമ്മജി. ഉമ്മാരെ കണ്ടിട്ട് നല്ല പഠിപ്പുണ്ടെന്ന് തോന്നണല്ല. അതല്ലേ ചേട്ടാ ഞങ്ങൾ ഐശ്വര്യമായിട്ട് മീൻ കച്ചവടം തുടങ്ങിയത്. ഇവൻ MA, ഞാൻ BCom ഇത് കമ്പ്യൂട്ടർ സയൻസ്. ഏറ്റുന്ന തോന്നുന്നു. വെള്ളം കുളിപ്പിക്കും ഞാൻ. ചുമ്മാ ഇരിക്കട്ടാ. വേഗം ചേച്ചി. ചേച്ചി നാളെ ബന്ധാ മീനിന്ന് വാങ്ങിച്ചോ. മീനാടോ? അസൽ മത്സ്യല്ലേ? എന്തിന്? കേരളമല്ലേ ചേട്ടാ, വൈകുന്നേരം ആകുമ്പോഴേക്കും ബന്ധിനുള്ള വക എത്താലോ. ഒരു മുൻകരുതൽ എന്ന നിലയിൽ 1 കിലോ വാങ്ങിച്ചോ. പെടക്കണ മീനാണ് ചേച്ചി. പക്ഷെ ചീഞ്ഞാന്നേ ഉള്ളു. നിങ്ങൾ വെക്കുന്നത് മീനാ അതാ ഫിഷാ? അല്ല, മത്സ്യം. നല്ല പെടക്കണ സൈസാ, 1 കിലോ എടുക്കട്ടെ. ശരി, വീണ്ടും കാണാം. കാണണം. കള്ള ഇതിനകത്ത് കള്ളാന്ന്. നമ്മുടെ അടുത്ത വേഷം കെട്ട്. എന്തായാലും വിൽപ്പന ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. കൈനീട്ടമായി, നമുക്കിനി പിരിയാം. മീനെ, 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 മീനെ. അപ്പോഴേ നമുക്ക് വൈകുന്നേരം കാണാം. അപ്പൊ പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ. ശരി. മീനെ, മീനെ, മീനെ. നല്ല അയല തരാം, മത്തി തരാം. മീനെ, 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 മീനെ. പടയ്ക്കണ മീനെ. സോഫിയ. ഋഷി. അതെ, ഋഷി എന്താ ഇവിടെ? ഇതേണ്ടില്ലേ, ഇതാ ഇപ്പോഴത്തെ പണി. അല്ല, സോഫി എന്താ ഇവിടെ? ഈ വഴിയുടെ തൊട്ടപ്പുറത്താ എന്റെ വീട്. ഇതെന്താ? മീൻ. ഇക്കാലത്ത് BCom കമ്പ്യൂട്ടർ കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് മീൻ കച്ചവടത്തിന് ഇറങ്ങാൻ വെച്ചു. ദമ്പടി കിട്ടുവേ, ജീവിക്കണ്ടേ. എന്നാലും ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ചിലപ്പോ ഏതെങ്കിലും കമ്പനിയിലെ അക്കൗണ്ടന്റോ ഏരിയ മാനേജറോ ഒക്കെ ആയി അടിച്ചു പൊളിക്കുന്നുണ്ടാവോന്ന്. കേൾക്കാൻ സുഖമുള്ള എന്ത് നല്ല നടക്കാത്ത സ്വപ്നം. അല്ല, സോഫി എങ്ങോട്ടാ? പഠിപ്പ് നിർത്തിയ പിന്നെ തയ്യലാ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാ. എംബ്രോയിഡറി, ചുരിദാർ, ബ്ലൗസ്. പഴയ കമ്പനിക്കാരൊക്കെ. നമ്മുടെ വിഷ്ണു ഉണ്ട്, ഓർമ്മയില്ലേ? നമ്മുടെ മിമിക്രിക്കാരൻ, പഴയ ഗാനഗന്ധർവൻ. എന്നിട്ട് എവിടെ? അവൻ വേറൊരു വഴിക്ക് പോയി. 2 റൂട്ട് കവർ ചെയ്യാനുണ്ട്. സോഫിയക്ക് മീൻ വേണോ? പരിചയക്കാർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോഴോ? നാളെ ആവട്ടെ, വീട്ടിനടുത്ത് വന്നാ വാങ്ങാം. എന്നാ നാളെ വരാം. 2-3 പാർട്ടിയെ പിടിച്ചു തരണം, കമ്മീഷൻ ഉണ്ട്. എന്റെ ജീവിത പ്രശ്നമാണ്. വരട്ടെ. ശരി. മീന്, 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 മീനേ. ഓ, അന്നമ്മേ, നീ വന്നേ. ദാ വരുന്നു. എടി, ഞാൻ പോന്നു. നീ വല്ലം നിറച്ച് വന്നാ മതി. ശരി. എന്താടി നീ ഇന്ന് നേരത്തെ? ഞാനിന്ന് നേരത്തെ പോന്നു. നീ എന്താ കിനാവ് കാണുകയാണോ? ഞാൻ ഋഷിയെ കണ്ടു. ഋഷിയോ? ഏത് ഋഷി? നിന്റെ കൂടെ കോളേജിൽ പഠിച്ച ഋഷിയോ? അതെ. അതാണ് ഇത്ര സന്തോഷം. നീ ഇതൊന്ന് പിടിച്ചേ.
മാഷ് ഉദ്ദേശിക്കുന്ന പോലല്ല ചേലക്കരക്കാര്. അടുക്കും തോറും അകലാൻ ശ്രമിക്കും, അകലുമ്പോഴോ അടുക്കാനും. അത് ശരിയാ, ഞാൻ വന്നിട്ട് അധികമായില്ലല്ലോ. ആ, തോമസ് കുട്ടി എങ്ങോട്ടാ? ബാർബർ ഷോപ്പിലേക്കാ. അതിന് നിന്റെ മുഖത്ത് താടിമീശയൊന്നും ഇല്ലല്ലോ. അപ്പാപ്പന്റെ മുടിയോട്ടാൻ ബാർബറെ വിളിക്കാനാ. ആ, കളിച്ച് നടക്കാണ്ട് വല്ലതും പഠിക്കണം കേട്ടോ. നാളെ ഞാൻ 10 ചൊല്ലിക്കും. അവൻ മിടുക്കനാ മാഷെ. ഇപ്പൊ കേക്കാം അപ്പാപ്പന്റെ നല്ല വഴക്ക്. കുശാലായി. ആളേതാ കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താടാ ആളായിട്ട് അല വരാൻ പറ്റൂ? താടി വളർന്നത് കണ്ടില്ലേ? ശരിയാ, കടയിൽ ആരും ഉണ്ടായിരുന്നില്ല, ജോലി തിരക്കായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. തുടങ്ങിക്കോ. താമസോട്ടെ, ദാ വരുന്നു. ഞാൻ പോട്ടെ അപ്പാപ്പ. ചെല്ലേ. അന്നമേടത്തെ ഇത്തിരി വെള്ളം. എടാ, ഇങ്ങനെ തിരിച്ചു മറിച്ച് 50 നോട്ട് 500 ആവോ? അവണെന്ന് ആഗ്രഹിച്ചു പോവാ. വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്ക് നന്നായി അറിയാലോ. ഇതും പറഞ്ഞ് കൂടുതൽ സെന്റിമെന്റ്സ് ആവണ്ട. ഞാൻ ഇതിൽ നിന്നൊരു പങ്കെടുത്ത് രാജസ്ഥാൻ മരുഭൂമിക്ക് മഞ്ഞപ്പിത്തുണ്ടോ എന്ന് നോക്കണ എന്റെ സാവിത്രി കുട്ടിക്ക് അയക്കാൻ പോവാ. ഈ 5 രൂപയോ? ഒരു കത്ത് അയക്കാൻ വേണ്ടടാ മിനിമം 5 രൂപ. അതിനേക്കാൾ ഭേദം ഒന്ന് ഫോൺ ചെയ്യുന്നതല്ലേ, ഇപ്പൊ അതാ ലാഭം. ആ, അതും ശരിയാ, ആലോചിച്ച് ചെയ്യാം. ആ എന്താ വിളിച്ചിട്ട് വരാത്തെ? ആർക്കും ചോറൊന്നും വേണ്ടേ? ഓഹോ, മോളെ സോഫിയ, നീ സ്വപ്നലോകത്ത് പോയവരാ ഒരു കൂടി നൂല് തീർത്തല്ലോ. ഇതേ കാശ് കൊടുത്ത് മേടിക്കുന്നതാ, ആരും ചുമ്മാ തരുന്നതല്ല. ലിസി, നീ എന്താ പഠിക്കുന്നേ? ടെക്സ്റ്റ് ബുക്കാ. കാണട്ടെ. ഇതാ നിന്റെ ടെക്സ്റ്റ് ബുക്ക്. വെറുതെ ഇല്ല നീ ഒരേ ക്ലാസ്സിൽ 2-3 വർഷം ഇരിക്കുന്നത്. നീ എന്താ ചെയ്യുന്നേ? കണക്കോടിക്കാ. എവിടെ നോക്കട്ടെ. ഈ വീട്ടിൽ ഒരെണ്ണത്തിനും പഠിക്കണമെന്നുള്ള ചിന്തയില്ല. വാ തുറന്ന നുണയെ പറയത്തുള്ളൂ. വെറുതെ നോട്ട്ബുക്ക് വേസ്റ്റ് ചെയ്യണ്ട. വല്ലതും വന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഇനി കൊച്ചമ്മമാരോട് പ്രത്യേകം പറയണായിരിക്കും. മൂസാക്ക, ഇതെന്താ സർക്കസാ? അങ്ങോട്ടൊന്ന് പോണായിരുന്നു. വേണ്ട വേണ്ട, അത് താങ്ങൂല. ഓ, ഞാനതങ്ങ് മറന്നു. അല്ലേലും ആനക്കറിയില്ലല്ലോ ആനയുടെ വലിപ്പം. നീ ഒരു പാപ്പാനായതുകൊണ്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടല്ല, ഇത് പഴയ തടിയാ, വെള്ളത്തിൽ പോവും. പിന്നെ എന്തൊക്കെയുണ്ട് ഓ, വിശേഷം? എന്ത് വിശേഷം? അങ്ങനെ ജീവിച്ചു പോണം. ആന്ത്രപ്പൊട്ടൊന്നും കിട്ടിയില്ലേ? പിന്നെ 500 കിലോ ആന്ത്രാക്സ് കിട്ടി. വെച്ചാരാ പുട്ടു ഒഴുങ്ങാം. പുഴുങ്ങാം. പിന്നെ 2 കാട്ടുപോത്തിനെ കിട്ടി. നമുക്ക് അറക്കാം. അറക്കാം. ഇതും അവിടുന്ന് കിട്ടിയതായിരിക്കും. ഇതാണ് മോനെ ആന്ത്രവായു. ഇനി എങ്ങോട്ടാ? ഞാൻ നമ്മുടെ വർക്കിച്ചന്റെ വീട് വരെ. ആ, ആ കാളെ ഒന്ന് നോക്കണം. അതിന് വർക്കിച്ചുണ്ടല്ലോ. ഇങ്ങനെ നോക്കാനല്ല, കാളെ ഒന്ന് നോക്കണം. ഓ, അത് ശരി, ഇറച്ചിക്ക് ചോദിക്കാൻ. എന്തിനാ മൂസാക്ക കിട്ടാത്ത മുന്തിരിക്ക് കിടന്ന് അലയുന്നത്? അത് മുന്തിരി, ഇത് കാള. ഇതൊക്കെ ഒരു സുഖമല്ലേ കുട്ടപ്പ? ഇതൊക്കെ ഒരു അസുഖാന്നേ. അതല്ല കുട്ടപ്പ, പണ്ട് മുതലേ എന്നെ എന്തിനെ നിന്റെ കണ്ണിൽ അങ്ങോട്ട് തടയാത്തു? ഇവിടെ അങ്ങേര് കാളെ വളർത്തുന്നു, ഞാൻ അറുക്കുന്നു. അയാൾക്ക് ആ ഒരു കാളേ ഉള്ളൂ. എന്റെ ഈ കയ്യിലൂടെ 500 കാളകൾ കേറി ഇറങ്ങി പോയിട്ടുള്ളതാ. എന്നിട്ടൊന്നും കാണുന്നില്ലല്ലേ? അല്ല, എനിക്ക് അറിയാൻ വേണ്ടിട്ട് ചോദിക്കാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ മൂസാക്ക പറയുന്നത്? ഒന്നും അറിയാത്ത അതെ, പണ്ടം ഞാൻ വെട്ടി. കുട്ടപ്പ, നീ ഒന്നും ചെയ്യുന്നില്ല, അതാ എന്റെ പരാതി. മനസ്സിലായില്ല? എടാ, വർക്കിച്ചന് കൊടുക്കുന്ന പോലെ എനിക്കും കൂടെ തരാൻ ഒന്ന് ഓമനയോട് പറയണേ. അത് ഞാൻ തന്നാ പോരെ? അന്തിയുടെ കാര്യല്ലേ? അത് ഞാൻ ഏറ്റ്. ഞാനങ്ങ് പേടിച്ചു പോയി. ഏറ്റാ മതി. അന്തിക്കള്ളും അന്തിമയക്കും അന്നു ഞാനൻ സ്വന്തമാക്കും. അന്ന് നിന്റെ അന്ത്യമാകും. വിട്ടോ വിട്ടോ, നേരെ പോ. ഇതാണ് നിന്റെ കുഴപ്പം. പോയി പോയി, ഉടഞ്ഞു പോയി. കയ്യിലെല്ലു കൊള്ളുന്നു. എടോ, വന്ന വാളെ തൊഴുത്തി കയറി താൻ എന്നാ എടുക്കുക? അതവിടെ നിന്നോട്ടെ, താൻ ഇങ്ങോട്ട് വന്നേ. ഇതാകെ പോയി. കാളെ അങ്ങ് മെലിഞ്ഞല്ലോ. ഇതിന് തീറ്റ ഒന്നും കൊടുക്കാറില്ലേ? അതിന് തിന്നാൻ കൊടുക്കാതെ ഞങ്ങളൊന്നും തിന്നാറില്ല, അല്ലേടാ മോനെ? അതല്ലേലും അത് തിന്നുന്നത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുകയില്ല. ഇതിങ്ങനാ ഇപ്പോഴത്തെ മാറുകൾക്കൊക്കെ രോഗമാന്നേ, കുഴമ്പ് രോഗമാ.
ആഹാ. ഇവിടെ നിൽക്കാണോ? അങ്ങോട്ടിരിക്കാം മൂസാക്ക. എന്നാൽ അകത്തോട്ടിരിക്കാം. അത് വേണ്ട. വേണ്ട, പുറത്തോട്ടിരിക്കാം. അതാ നല്ലത്. കാറ്റും അകത്താവുമ്പോഴേ ചൂടാ. രൂപ 10,000 വെച്ച് കൊടുത്തിട്ടാ 2 മുറ്റേനെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്. എന്നാലും ഇതിന്റെ ഇളപ്പം കാണുമ്പോ കൊതിയാവുക. ഞങ്ങളുടെ കാളെ നോക്കി മൂസാക്ക വെള്ളം ഇറക്കണ്ട. അയ്യോ, ഞാനൊരു ആശ പറഞ്ഞേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി. കൊള്ളാം. അപ്പഴേ അതൊക്കെ ശരി തന്നെ. ആ ആശ മനസ്സിൽ വെച്ചാതി മൂസാക്ക. ആ പരിപ്പ് വേണമെങ്കിലേ അതിന് വെള്ളം വേറെ വേണം. ഇതെന്താ പുല്ല് ചെത്തൽ യജ്ഞമോ? അമ്മയും മക്കളൊക്കെ ഒരേ ചെത്താണല്ലോ. അന്നമ്മ ചേട്ടത്തി ആലീസോടെ പോയി. അമ്മയും ചേച്ചിയും കൂടി പള്ളിയിൽ പോയിരിക്കാം. നിനക്ക് ഈ പള്ളിയിൽ പോക്കും കുമ്പകാരമൊന്നും നീ പോയി കുടിക്കാൻ ഞാൻ കളിക്കാൻ പോവാം. ഇതിങ്ങനെ താങ്ങി നിന്നാൽ എങ്ങനെ? ഞാൻ പിടിക്കാം. അങ്ങോട്ട് ഇറക്കണ്ടേ? ഞാൻ പിന്നാലെ ഉണ്ട്. ഞാൻ പിടിക്കും. പിടിച്ചു ഇറക്കി ഇട്ടല്ലോ. ഞാനെല്ലാം കണ്ടു. എന്തുകൊണ്ട് ഞാൻ കണ്ടു. മറ്റത് സൈക്കിള് മീൻകാരനുമായിട്ടുള്ള ചുറ്റിക്കളി ഞാൻ കണ്ടു. അത് ഞാൻ ആരോട് പറയത്തില്ല. നമ്മളെ കൂടെ നീ വല്ലതും പഠിക്കണുണ്ടോടാ? അതോ അപ്പനെ പോലെ കാളയെ കൊണ്ട് നടക്കാനാണോ പാവം? അപ്പാപ്പൻ കാണുന്നില്ലേ ഞാൻ എന്നും ഇരുന്ന് പഠിക്കുന്നത്? ആ എങ്കി കൊള്ളാം. ശോഭേ, കുറച്ച് വെള്ളം ചൂടാക്ക്. നല്ല ശരീരവേദന. ആ, നീ ഇതെല്ലാവർക്കും കൊടുക്ക. എന്താ അപ്പാപ്പനും കൊച്ചുമക്കളും കൂടി ഒരു വർത്തമാനം? എടാ, പള്ളി കമ്മിറ്റിക്കാരിന്നും പിരിവിന് വന്നിരുന്നു. കൂടെ വികാരി അച്ഛനും ഉണ്ടായിരുന്നു. നിന്നെ അവര് പ്രത്യേകം തിരക്കി. ഈ അച്ഛന് വേറെ ഒരു പണിയില്ലേ? എപ്പോഴും പിരിവ് തന്നെ പിരിവ്. മനുഷ്യനാണെ കാശില്ലാതെ നെട്ടോട്ട് ഓടുക. ഇടി നിന്റെ അമ്മച്ചും ചേച്ചി എന്ത് ചെയ്യേ? അമ്മയും ചേച്ചിയും കിടന്ന് ഉറങ്ങാ അപ്പച്ചാ. ഇതെന്താ ഈ നേരത്തൊരു ഉറക്കം? ആ മണി കണ്ട PSC നിയമനം ഉടനെ അങ്ങനെ നടന്നാൽ DPPക്ക് നമുക്കൊരു മാഷ കൂടെ കിട്ടും. യൂണിയൻ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒക്കെ സ്വാർത്ഥം. മാഷന്മാരുടെ നേതാക്കൾക്ക് സ്വന്തം പുസ്തകം സിലബസിൽ ഉൾപ്പെടുത്താൻ താല്പര്യം. അതെ. അല്ലെങ്കിൽ സർക്കാർ മൂലാച്ചി. ആലീസ് ഒന്ന് സഹായിക്കണ്ട മാഷെ. മാഷ് വേഗം വരില്ലേ? PTA മീറ്റിംഗിന്റെ കാർഡിൽ കുറച്ച് അഡ്രസ് എഴുതാനുണ്ട്, മറക്കണ്ട. ഞാൻ പോട്ടെ ആലീസ്. പുല്ലരിഞ്ഞരിഞ്ഞ് കാളക്കാരിയാവും ഒടുവില്, അല്ലേ? അല്ലാതെ എന്തോ ചെയ്യാനാ? ഓരോ ജന്മത്തില് ഓരോ വിധിയാണല്ലോ. PSCയിൽ 50% നിയമനം ഉടനെ നടക്കുമത്രേ. കയറിപ്പറ്റാൻ പറ്റുമോ വല്ല പഞ്ചായത്ത് ഓഫീസിലെങ്കിലും? അറിയില്ല. 3 ടെസ്റ്റ് ഉണ്ട് എഴുതിയത്. റാങ്ക് പ്രകാരം കിട്ടേണ്ടതാ. അതിനും വേണമല്ലോ ഒരു ഭാഗ്യം. ഭാഗ്യം അതുണ്ടാവും. ദൈവത്തോട് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല. കണ്ണു തുറക്കുന്നില്ലാന്നുള്ള ദൈവങ്ങള്. ആ മാഷ് എങ്ങോട്ട് പോയതാ? ചായക്കട വരെ. ഒരു പ്രാതൽ. ഉച്ചയ്ക്കും രാത്രിയിലുള്ളൂ പാചകം. ഒരു കുടിസ് മുറിയാണേ. ഞാനും സതീഷും പിന്നെ 2 കൂട്ടുകാരും. എന്താ ഞാൻ വന്ന് വെച്ച് വിളമ്പി തരണോ? അയ്യോ, കാളവർക്കി കാലിനാവും. സമയമാവട്ടെ, അപ്പൊ വെച്ചുണ്ടാക്കാം. ആ മാഷ് എന്നാ നാട്ടിൽ പോന്നേ? പെങ്ങൾക്കൊരാലോചനയുണ്ട്. അതൊത്ത ഒന്ന് പോയി വരണം. പിന്നെ ബാധ്യതയില്ലല്ലോ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് ഗോപിക സുമംഗലിയാവാൻ. നസ്രാണി പെണ്ണ് പ്രാർത്ഥിച്ച ഹിന്ദുക്കളുടെ ദൈവം കേക്കോ? ജാതിയും മതവും ഇല്ലാത്തതായി ദൈവങ്ങളെ ഉള്ളൂ. മനുഷ്യരല്ലേ ദുഷ്ടന്മാര്. എല്ലാം ശരിയാവുന്നേ. വാ, താമസിച്ച അവർക്ക് പിണങ്ങാൻ ഇനി അത് മതി.
അച്ഛൻ ഉമ്മ കൊടുക്കണോടി. നീ എന്താ പൂച്ചയാ? നോക്കിയിരിക്കാം മീൻ വെട്ടടി. എന്താ നിനക്കിവിടെ കാര്യം? അകത്ത് ഒരു പൊടി. മഴ കുറവായതുകൊണ്ട് കള്ളില്ല. വെറുതെ തല്ലിട്ട് എന്താ കാര്യം? കൊലേ ചാറില്ലാതെ കള്ള് കിട്ടുവോ? ഞാൻ പോയി സിഗരറ്റ് വാങ്ങിച്ചിട്ട് വന്നാലോ? അങ്ങൂന്ന് വാങ്ങിച്ചോണ്ടോ? അങ്ങൂന്ന് വാങ്ങിക്കാം. ഞാൻ വരാൻ കുറെ വൈകും. ഷാപ്പിന്ന് കാശ് വാങ്ങിക്കണം. വേണമെങ്കിൽ അകത്തിരിക്കുന്നിടത്ത് കൊടടി കള്ള്. ചിട്ടി 3 എണ്ണ മുടങ്ങിക്കിടക്കുന്നേ. ഞാനും അത് ആലോചിക്കായിരുന്നില്ല. ഇങ്ങോട്ട് വന്നിട്ട് 3-4 ദിവസമായല്ലോ, ഓർക്കാഞ്ഞിട്ടല്ല. നാളെയെങ്കിലും ആ തവണയൊക്കെ അടയ്ക്കണം. ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ. തവണയല്ലേ അടയ്ക്കേണ്ടു. എത്ര തവണ അടയ്ക്കണം? എത്ര തവണ അടച്ചായത് വട്ടമറുതി എത്തും. പട്ടി ആരും കാണണ്ട. വരുന്നു. എന്താ അനവേട്ടത്തെ നീ വന്നേ? അതെ, ഞാൻ താങ്ക് യു. ഞാനിത് ആരോടും പറയില്ല. എന്താ അമ്മേ? ഒരു പൂച്ചയാ.